ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സജീവിനെ പരിചയപ്പെടാം. 38 വയസ്സാണ്. ജോലി സംബന്ധമായിട്ടുള്ള കാരണം കൊണ്ട് സ്വന്തം വീട്ടിലല്ല നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം സ്ഥിരമായിട്ടും ക്യാൻറ്റീനിൽ നിന്നും റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. സ്വന്തമായി ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ സജീവിന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അധികം സാധിക്കാറില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് താമസിക്കുന്ന സ്ഥലത്ത് അടുത്തുള്ള കഫറ്റീരിയയിൽ നിന്നാണ്. ലഞ്ച് ക്യാൻറ്റീനിൽ നിന്നും, ഡിന്നർ മോസ്റ്റ്ലി ടേക്ക് അവേ ആണ്. സജീവിന് സത്യം പറഞ്ഞാൽ വേറെ ഓപ്ഷൻസ് ഇല്ല. കുറച്ച് കാലങ്ങളായി സജീവിന് ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം വയറിൽ ഗ്യാസ് നിറയുന്നത് പോലെ, ദഹനക്കേട്, ഉച്ച കഴിയുമ്പോഴത്തേക്കും എനർജി ലെവൽ നല്ല രീതിയിൽ കുറയുന്നു, മുഖത്തും ക്ഷീണത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ചർമ്മത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുമുണ്ട്. സജീവ് വിചാരിച്ചത് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, സ്ട്രെസ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രായം കൂടി വരികയാണല്ലോ അതുകൊണ്ടായിരിക്കാം എന്നാണ്. പക്ഷേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം സജീവ് ഒരിക്കലും വിചാരിക്കാത്ത ഒരു സ്ഥലത്തായിരുന്നു. അത് വൻകുടലിലായിരുന്നു. നിങ്ങളും സജീവിനെ പോലെ എല്ലാ ദിവസവും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഹായ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഈ വീഡിയോ പ്രോബയോട്ടിക്സിനെ കുറിച്ചാണ്. 5 ലക്ഷത്തിലും കൂടുതൽ മലയാളികൾ വിശ്വസിക്കുന്ന ഡോ ഫുഡിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് തുടങ്ങാം. പ്രോബയോട്ടിക്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പേ നമ്മളുടെ വൻകുടലിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മളുടെ വൻകുടലിൽ ട്രില്യൺ കണക്കിന് ചെറിയ സൂക്ഷ്മാണുക്കളുണ്ട്. അത് ബാക്ടീരിയ ആവാം, ഫംഗസ് ആവാം, വൈറസുകളാവാം, ചില പാരസൈറ്റ്സും ആവാം. നമ്മളുടെ വൻകുടലിനെ ഒരു പൂന്തോട്ടമായി കണക്കിലെടുത്താൽ മതി. പലതരത്തിലുള്ള നല്ല ചെടികളും ആവശ്യമില്ലാത്ത ചെടികളും അടങ്ങിയിട്ടുള്ള വളരെയധികം വെറൈറ്റിയുള്ള ഒരു ഗാർഡൻ. ഒരു നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗാർഡനിൽ നമുക്ക് ആവശ്യമുള്ള ചെടികളുടെ എണ്ണം തന്നെയായിരിക്കും കൂടുതൽ. അനാവശ്യമായിട്ടുള്ള ചെടികളൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ അതിനെ കെയർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മളുടെ വൻകുടലും. നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അവിടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സൂക്ഷ്മാണുക്കളാണോ അതോ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളാണോ കൂടുതൽ എന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും പുറത്തുനിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ റെസ്റ്റോറൻറ്റിലും ക്യാൻറ്റീൻ ഭക്ഷണത്തിലൊക്കെ കൂടുതലും റിഫൈൻഡ് ഓയിൽസും പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണവും സോൾട്ടും പ്രിസർവേറ്റീവ്സും ഒക്കെ കൂടുതലായിരിക്കും. നമ്മളുടെ ശരീരത്തിന് ആവശ്യത്തിനും കൂടുതലായിരിക്കും. വെറൈറ്റി ഭക്ഷണം തീരെ ഉണ്ടാവില്ല. ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമുക്ക് ചൂസ് ചെയ്യാനും സാധിക്കില്ല. ഗട്ടിലുള്ള സൂക്ഷ്മാണുക്കൾക്ക് വേണ്ടത് ഫൈബറും വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളുമാണ്. വല്ലപ്പോഴും മാസത്തിൽ ഒരു ദിവസമൊക്കെ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഇത് എല്ലാ ദിവസവും ഒരു ശീലമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് വേറെ ഓപ്ഷൻസ് ഇല്ലെങ്കിൽ അതിനെ കൊണ്ട് ഡാമേജസ് ഉണ്ടാവും. വൻകുടൽ എന്ന് പറയുന്നത് നമ്മളുടെ ഗാർഡൻ്റെ ഡൈവേഴ്സിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. വൻകുടലിൽ അനാവശ്യമായിട്ടുള്ള ബാക്ടീരിയകൾ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയനെ കീഴടക്കും. നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വന്ന് തുടങ്ങുകയും ചെയ്യും. ഈ ഇംബാലൻസിന് ഒരു പേരുമുണ്ട്. ഇതിനെ ഡിസ്ബയോസിസ് എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സയൻറ്റിഫിക് റിസർച്ചസ് എല്ലാം ഡിസ്ബയോസിസ് ആണ് സജീവനെ പോലെയുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളുടെ കാരണം എന്ന് പറയുന്നത്. ഇത് കാരണം ബ്ലോട്ടിംഗ് ഉണ്ടാവാം, ദഹനക്കേട് ഉണ്ടാവാം, ലോ എനർജി ലെവൽസ് ആയിരിക്കാം, ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവാം, മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം, ഉത്കണ്ഠ കൂടാം, സ്ട്രെസ് ലെവൽസ് കൂടാം. അതുപോലെ സ്കിന്നിലും പല ചേഞ്ചസ് ഈ ഗട്ട് മൈക്രോബയോത്തിലുണ്ട് ഇൻബാലൻസ് കാരണം ഉണ്ടാവാം. സജീവ് കഴിക്കുന്ന ഭക്ഷണമല്ല പോയ്സൺ ആയത്, ആ ഭക്ഷണം ചെന്നെത്തുന്ന ഗാർഡന് ആവശ്യമുള്ള കെയർ കിട്ടാത്തതാണ് പ്രശ്നം. അപ്പോൾ വൻകുടൽ എന്ന് പറയുന്ന ആ പൂന്തോട്ടത്തിന് ആവശ്യമുള്ള കെയർ എങ്ങനെ കൊടുക്കാൻ സാധിക്കും? അതിന് പല വഴികളുണ്ട്. എക്സസൈസ് ചെയ്യാം, ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം, കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇത് ഡെയിലി കഴിക്കുന്നത് ഒരു ശീലമാക്കാം, പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണം ഒഴിവാക്കാം. ഇതിനോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത്. പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ജീവനുള്ള ലൈവായിട്ടുള്ള ബാക്ടീരിയൻ്റെ കൾച്ചേഴ്സാണ്. ഇത് നല്ല ബാക്ടീരിയകളാണ്, ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇവരെ നമ്മളെ വൻകുടലിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും ഡൈവേഴ്സിറ്റി ഉണ്ടാവും, അവർക്ക് ആവശ്യമുള്ള കെയർ കിട്ടിത്തുടങ്ങുകയും ചെയ്യും. 50ഉം 100ഉം വർഷം മുമ്പേ ജീവിച്ചിട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ പ്രോബയോട്ടിക്സ് അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ കിട്ടുമായിരുന്നു. പഴങ്കഞ്ഞി, അച്ചാറ്, തൈര്, ഇതെല്ലാം അവരുടെ ഭക്ഷണത്തിൽ ഡെയിലി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതൊന്നും അടങ്ങുന്നില്ല. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. സജീവനും ഇതേ പ്രശ്നം തന്നെയാണ് പറ്റിയിട്ടുള്ളത്. മറ്റൊരു കാര്യം അധികം ആൾക്കാരും മിസ്സായി പോകുന്നത് പ്രോബയോട്ടിക്സിനെ കുറിച്ച് മാത്രം ആലോചിക്കും. പ്രീബയോട്ടിക്സിനെ കംപ്ലീറ്റ് ആയിട്ടും മിസ് ചെയ്യും. പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഗാർഡനിൽ നമുക്ക് ആവശ്യമുള്ള ചെടികൾ വളർത്താനുള്ള വിത്തുകളാണെന്നുണ്ടെങ്കിൽ, പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത് അത് വളരാനുള്ള വളമാണ്. അതായത് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയക്ക് വളരാൻ ആവശ്യമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ചില ഫൈബേഴ്സ്. ഒരു നല്ല പ്രോബയോട്ടിക് സപ്ലിമെൻറ്റിൽ ഇത് രണ്ടും ഉണ്ടാവും. പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് കഴിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. ഇതിനെക്കുറിച്ചും അധികം ആൾക്കാരും ചിന്തിക്കാറില്ല. ഈ പ്രോബയോട്ടിക്സ് നമ്മൾ വായിലൂടെയാണ് കഴിക്കുന്നത്. അത് വൻകുടലിൽ എത്തണമെങ്കിൽ സ്റ്റൊമക്കിലൂടെ, വയറിലൂടെ വേണം കടന്നു പോകാൻ. പക്ഷേ സ്റ്റൊമക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു അസിഡിക് എൻവയൺമെൻ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ
ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻ്റ് ആണ് അവിടെ. ഈ ആസിഡ് ഭക്ഷണം ദഹിപ്പിക്കാൻ മാത്രമല്ല ബാക്ടീരിയകളെ നശിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ പ്രോബയോട്ടിക് ആണ് ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലാക്കി നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അത് വൻകുടലിൽ എത്തുന്നതിൻ്റെ മുമ്പേ തന്നെ വയറിൽ തന്നെ ആ ആസിഡ് കാരണം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസ് കഴിക്കുമ്പോൾ 10-20% മാത്രമേ വൻകുടലിൽ എത്തുന്നുള്ളൂ. 100 ബില്യൺ CFU കൗണ്ടുള്ള പ്രോബയോട്ടിക്സ് ആണെങ്കിലും 10 ബില്യൺ മാത്രമേ വൻകുടലിൽ എത്തുന്നുണ്ടാവുള്ളൂ. നിങ്ങൾ ഗാർഡനിൽ 1000 വിത്തുകൾ കുഴിച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വിത്തുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രശ്നം കാരണം വെറും 100 വിത്ത് മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചുള്ളൂ. അതേപോലെയാണ് സാധാരണ പ്രോബയോട്ടിക്സ് കഴിച്ചാൽ. ഇവിടെയാണ് സ്ലോ റിലീസ് അഥവാ ടൈം റിലീസ് പ്രോബയോട്ടിക്സ് കടന്നു വരുന്നത്. പെട്ടെന്ന് ആ ക്യാപ്സ്യൂളിലുള്ള എല്ലാ ബാക്ടീരിയനെയും പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതിന് പകരം ടൈം റിലീസ് അഥവാ സ്ലോയിൽ റിലീസ് ചെയ്യുന്ന പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസ് ചെയ്യുന്നത് വളരെ സ്ലോ ആയി മാത്രം ബാക്ടീരിയനെ റിലീസ് ചെയ്യുകയാണ്. അങ്ങനെ മണിക്കൂറുകൾ എടുത്ത് റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് സ്റ്റൊമക്കിനെ പ്രശ്നങ്ങളൊന്നും കൂടാതെ തരണം ചെയ്യാൻ സാധിക്കും, വൻകുടലിൽ എത്താനും സാധിക്കും. 80% കൂടുതൽ നല്ല ബാക്ടീരിയ അവരെത്തേണ്ട സ്ഥലത്ത് അതായത് വൻകുടലിൽ തന്നെ എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രോബയോട്ടിക്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് അത് സ്ലോ റിലീസ് ആണോ എന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി സജീവ് മിസ്സായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി പറയാം. പുതിയ റിസർച്ചിൽ പറയുന്നത് ഗട്ട് മൈക്രോബയോമും നമ്മളുടെ തലച്ചോറും തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ടെന്നാണ്. സ്ട്രെസ്സും ആങ്സൈറ്റിയും ആൽസിമേഴ്സ് ഡിസീസ് പോലത്തെ അസുഖങ്ങൾ ഉണ്ടാക്കാൻ ഗട്ട് മൈക്രോബയത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞാൽ മതി. മറ്റു തരത്തിലുള്ള റിസർച്ചിൽ പറയുന്നത് സ്കിന്നും ഗട്ട് മൈക്രോബിയും തമ്മിൽ ബന്ധമുണ്ടെന്നാണ്. സജീവിൻ്റെ സ്കിന്ന് പെട്ടെന്ന് പ്രായം കൂടിയതുപോലെ തോന്നുന്നതിൻ്റെ കാരണവും ഇതാണ്. ഇതിനെ സയൻസ് വിളിക്കുന്നത് ഗട്ട് സ്കിൻ ആക്സിസ് എന്നാണ്. നിങ്ങളുടെ വൻകുടലും സ്കിന്നും തമ്മിൽ എല്ലാ സമയവും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വൻകുടലിലുള്ള ബാലൻസ് നഷ്ടപ്പെടുന്ന സമയത്ത് അത് ചെറിയ രീതിയിലുള്ള ഇൻഫ്ലമേഷൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുകയാണ് ചെയ്യുന്നത്. ഈ ഇൻഫ്ലമേഷൻ സ്കിന്നിലും എത്തും. അതെത്തുന്നത് ഡൾനെസ്സിൻ്റെ രൂപത്തിലും ബ്രേക്ക് ഔട്ട്സ് ആയിട്ടും സെൻസിറ്റിവിറ്റി കൂടുന്ന രീതിയിലും ചർമ്മത്തിന് ഒരു തളർന്ന ലുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം ഇതാവാം. ഗട്ടിലുള്ള ഈ ബാലൻസ് കറക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ സ്കിന്നിൻ്റെ റേഡിയൻസ് കൂട്ടാൻ സാധിക്കും. സ്കിന്ന് കുറച്ചും കൂടി ഹെൽത്തി ആക്കാനും നമുക്ക് സാധിക്കുന്നതാണ് സ്റ്റഡീസിൽ പറയുന്നത്. പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് സ്കിന്നിനെ 1-2 ദിവസം കൊണ്ട് പെട്ടെന്ന് ഹെൽത്തി ആക്കി ഗ്ലോയിങ് ആക്കി മാറ്റുന്ന ഒരു മാജിക് മരുന്നല്ല. അങ്ങനെ പ്രോമിസ് ചെയ്യുന്ന പ്രോബയോട്ടിക്സ് ആണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ അത് വെറും മാർക്കറ്റിംഗ് ഗിമിക്സ് ആണ്. പക്ഷേ ഗട്ടിനെ ഉള്ളിൽ നിന്നും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് സ്കിന്നിൻ്റെ പുറത്ത് എത്ര വില കൂടിയ ക്രീം പുരട്ടിയാലും കിട്ടുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാക്കി തരാം. ഇനി പ്രോബയോട്ടിക്സ് നിങ്ങൾ കഴിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ പ്രായം 35-ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അധിക ദിവസം പുറത്തുനിന്ന് തന്നെയാണ് ഭക്ഷണം കഴിക്കേണ്ടി വരുന്നത്. നിങ്ങൾക്കും എല്ലാ ദിവസവും ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് നിങ്ങൾക്കും യൂസ്ഫുൾ ആയേക്കാം. ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യുന്നവർ, ക്യാൻറ്റീനിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നവർ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ, ഇവർക്കെല്ലാവർക്കും പ്രോബയോട്ടിക്സ് യൂസ്ഫുൾ ആയിരിക്കും. പ്രോബയോട്ടിക്സ് കഴിക്കുന്നതും എളുപ്പമാണ്. നിങ്ങളുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതുപോലെ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നതാണ് നല്ലത്. വെറും വയറ്റിൽ പ്രോബയോട്ടിക്സ് കഴിക്കാതെ നോക്കുക. നിങ്ങൾ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് പ്രോബയോട്ടിക്സ് കഴിക്കുന്നത് അതിനെക്കൊണ്ടാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. നിങ്ങൾ കഴിക്കുന്ന പ്രോബയോട്ടിക്സിൻ്റെ CFU കൗണ്ടിലോ ഡോസിലോ അല്ല. നിങ്ങളുടെ ഗട്ട് എന്ന് പറയുന്ന പൂന്തോട്ടം പെട്ടെന്നൊരു രാത്രി കൊണ്ട് നമുക്ക് വെറൈറ്റി ഉള്ളതും ഡൈവേഴ്സിറ്റി ഉള്ളതും ആക്കി മാറ്റാൻ സാധിക്കില്ല. അതിന് സമയമെടുക്കും. നിങ്ങൾ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന രീതിയിലുള്ള സ്റ്റിറോയിഡ് മരുന്നുകളോ ക്രോൺസ് ഡിസീസ് പോലത്തെ അസുഖത്തിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബയോട്ടിക് സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്യണം. സജീവും ഇതാണ് ശ്രമിച്ചത്. ജോലി എന്തായാലും നിർത്താൻ സാധിക്കില്ല. കഴിയുന്ന ദിവസങ്ങളിലും സജീവ് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ ശ്രമിച്ചു. അല്ലാത്ത ദിവസങ്ങളിലും നല്ലൊരു പ്രോബയോട്ടിക്സ് കഴിക്കാനും തീരുമാനിച്ചു. ഇത് വെൽബീയിങ് ന്യൂട്രീഷൻ്റെ ഡെയിലി സ്ലോ പ്രോബയോട്ടിക് ആണ്. ഇതിൽ 60 ബില്യൺ CFU ആണ് ഓരോ സെർവിങ്ങിലുള്ളത്. ഒരു സെർവിങ് സൈസ് എന്ന് പറഞ്ഞാൽ 2 ക്യാപ്സ്യൂൾസ് ആണ്. ഇതും ഒരു സ്ലോ റിലീസ് ക്യാപ്സ്യൂളാണ്. അതായത് 8 മണിക്കൂർ എടുത്തിട്ട് ഇതിലുള്ള ബാക്ടീരിയകൾ റിലീസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വൻകുടലിൽ എത്താനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിൻ്റെ ക്യാപ്സ്യൂൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പേറ്റന്റഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. പുറത്തത്തെ കോട്ടിംഗ് ഫ്ലാക്സീഡ് ഓയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ലോലി മാത്രമേ ഇത് ബാക്ടീരിയാസിനെ റിലീസ് ചെയ്യുന്നുള്ളൂ. നമ്മളുടെ വൻകുടലിന് ആവശ്യമുള്ള നല്ല ബാക്ടീരിയകളുടെ ഒരു നല്ല കളക്ഷനാണ് ഈ പ്രോബയോട്ടിക്കിൽ അടങ്ങിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്ന ഒരു പ്രോബയോട്ടിക്കും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഡോക്ടർ അപ്രൂവ്ഡും ആണ്. ഡോഫുഡി സ്റ്റോറിൽ ഇത് അവൈലബിളും ആണ്. സ്റ്റോർ വിസിറ്റ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും പിന്നീട് കമൻറ്റിലും കാണാം. സ്ലോ പ്രോബയോട്ടിക്കിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ ആ ലിങ്കിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ഗാർഡനും എല്ലാ ദിവസവും കെയർ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നന്ദി. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.